Welcome back to Rishi's classes. നിങ്ങൾ 8ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ചാപ്റ്റർ നമ്പർ 4 ആണ്, പദാർത്ഥ സ്വഭാവം പഠിച്ചല്ലോ. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ഒരേ നേച്ചർ ഉള്ള ഘടകങ്ങളാണെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ്, നേച്ചർ വ്യത്യാസമുള്ളത് മിക്സ്ചേഴ്സ്. അപ്പൊ ഇവിടെ മിക്സ്ചേഴ്സിൽ നിന്നും നമുക്ക് അതിന്റെ ഘടകങ്ങളെ, അതിന്റെ കമ്പോണൻസിനെ വേർതിരിക്കണം. സെപ്പറേറ്റിംഗ് ദ കമ്പോണൻസ് ഓഫ് എ മിക്സ്ചർ. സാധാരണ നിത്യജീവിതത്തിൽ പല സമയത്തും നമുക്ക് മിക്സ്ചറിൽ നിന്ന് അതിന്റെ കമ്പോണൻസിനെ, അതായത് മിശ്രിതത്തിൽ നിന്ന് അതിന്റെ ഘടകങ്ങളെ വേർതിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം പാഡി, നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുക. പിന്നെ ടീ ഡ്രഗ് ഫ്രം ടീ, സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ചായച്ചണ്ടിയിൽ നിന്ന് ചായ വേർതിരിക്കുക. കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുക. അയൺ പൗഡർ ഫ്രം എ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലുമിനിയം പൗഡർ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന അയൺ പൗഡറിനെ വേർതിരിക്കുക. അപ്പൊ ഇതിന് അതിന്റെ മെത്തേഡ് എന്താണ്, എന്തുകൊണ്ട് നമ്മൾ ആ മെത്തേഡ് യൂസ് ചെയ്തു, എന്താണ് അതിന്റെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മാർഗം, അതിന്റെ കാരണം, ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. സെപ്പറേറ്റിംഗ് ഹസ്ക് ഫ്രം പാഡി, നമ്മൾ സാധാരണ എന്താ ചെയ്യുക? കുറേ നെല്ല് ഉണ്ട്, അതിന്റെ പതിരിൽ നിന്ന് അതിനെ വേർതിരിക്കണമെങ്കിൽ നല്ല കാറ്റുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ വിന്നോയിങ് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? പതിര് ദൂരേക്ക് മാറി വീഴും, നെല്ല് തൊട്ട് താഴേക്ക് വീഴും. അതിന്റെ കാരണം എന്താ? അതിന്റെ മാസിലുള്ള വ്യത്യാസം. ഹെവി ആയിട്ടുള്ളത് തൊട്ടടുത്തും വീഴും, ലൈറ്റ് ആയിട്ടുള്ളത് ദൂരേക്ക് മാറി വീഴും. അപ്പൊ അതാണ് അതിന്റെ നമുക്ക് എഴുതേണ്ടത് മെത്തേഡ്, വിന്നോയിങ്. ഇനി ടീ ഡ്രഗ് ഫ്രം ടീ, ചായ ചണ്ടിയിൽ നിന്ന് ചായ വേർതിരിക്കാൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. നമ്മൾ എന്താണ്? ഫിൽട്രേഷൻ ആണ്, അരിക്കും. ഒരു ചായ അരിപ്പ് വെച്ച് അരിച്ചെടുക്കും. അപ്പൊ അവിടെ ഫിൽട്രേഷൻ ആണ്. അതിന്റെ കാരണം എന്താ? ഡിഫറൻസ് ഇൻ സൈസ്, അതിന്റെ വലിപ്പ വ്യത്യാസം. അപ്പൊ നമ്മൾ അരിക്കുമ്പോഴത്തേക്ക് വലിപ്പം കൂടുതലുള്ള ചായ ചണ്ടി മുകളിലും ചായ താഴേക്ക് നമുക്ക് ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. അടുത്ത കോമൺ സോൾട്ട് ഫ്രം സീ വാട്ടർ, കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കാൻ ബാഷ്പീകരണമാണ് നമ്മൾ ചെയ്യുന്നത്, ഇവാപറേഷൻ. അത് ഇവാപറേഷൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ, സ്വേദനമെന്നും എഴുതാം. ഒരു കമ്പോണന്റിന് ബാഷ്പശീലമുള്ളതും എന്നാൽ മറ്റുള്ളവ ബാഷ്പശീലമില്ലാത്തതുമാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗപ്പെടുത്താം. When one component is volatile and the others do not vaporize at the same conditions, this method is possible. ഇപ്പം നമുക്ക് കടൽ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ സലൈൻ വാട്ടർ, നമുക്ക് അതിൽ നിന്ന് സോൾട്ടും വേർതിരിക്കണം, വെള്ളവും വേർതിരിക്കണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് പറ്റും. ഇവാപറേഷൻ ആണെങ്കിൽ വെള്ളം അങ്ങ് ഇവാപറേറ്റ് ചെയ്തു പോകും, ഉപ്പ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ഈ മെത്തേഡ് ആണെങ്കിൽ, ഡിസ്റ്റിലേഷൻ അല്ലെ സ്വേദനമാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ വെള്ളവും കിട്ടും, ഉപ്പും വേർതിരിച്ച് കിട്ടും. അതിന് ഡിസ്റ്റിലേഷൻ, അതായത് ഒരു കണ്ടൻസറിലൂടെ ഈ വേപ്പേഴ്സ്, നമ്മളിപ്പോൾ ഒരു ചൂടുവരട്ട ഫ്ലാസ്കിൽ, റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ ഉപ്പുവെള്ളം എടുത്തു ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം വെള്ളം ഇവാപറേറ്റ് ചെയ്യും. ഈ ഇവാപറേറ്റ് ചെയ്യുന്ന വെള്ളത്തെ നമ്മൾ കണ്ടൻസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, ഒരു കണ്ടൻസറിലൂടെ കടത്തിവിട്ടാൽ അത് കണ്ടൻസ് ചെയ്യും, നമുക്ക് ആ വെള്ളം സെപ്പറേറ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വെള്ളമാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അതിനകത്ത് യാതൊരു മിനറൽസും ഇല്ല, പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന വാട്ടറാണ്. അതുകൊണ്ട് തന്നെ അത് ഇഞ്ചക്ഷൻ ഉപയോഗിക്കാം. സ്റ്റോറേജ് ബാറ്ററിയിൽ ആ വെള്ളമാണ്, ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഓർഡിനറി വാട്ടർ തന്നെ ഇഷ്ടംപോലെ മിനറൽസ് ഉള്ളതാണ്. അത് നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ മിനറൽസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ വാട്ടർ, ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡിസ്റ്റിലേഷൻ. പിന്നെ രണ്ടാമത് ഈ ഡിസ്റ്റിലേഷന്റെ വേറൊരു പ്രയോജനം എന്ന് പറയുന്നത്, ബോയിലിംഗ് പോയിന്റ്സിൽ നല്ല ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ, അതായത് തിളനിലയിൽ നല്ല വ്യത്യാസമുള്ള വസ്തുക്കൾ തമ്മിൽ കലർന്നുപോയി അത് മിസിബിൾ ആണെങ്കിൽ, മിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ കലരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്കതിനെ വേർതിരിക്കാൻ ഉള്ള ഒരു മെത്തേഡാണ്
ഡിസ്റ്റിലേഷൻ. ഉദാഹരണത്തിന് വാട്ടർ അസറ്റോൺ. ബോയിലിംഗ് പോയിന്റ് വാട്ടറിൻ്റെത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, അസറ്റോണിൻ്റെ 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് തമ്മിൽ നല്ല ഒരു ഡിഫറൻസ് ഉണ്ട് ബോയിലിംഗ് പോയിന്റിൽ. അപ്പോൾ ഇങ്ങനെയുള്ള മിസിബിൾ ലിക്വിഡ്സ് തമ്മിൽ കലർന്നു പോയെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഡിസ്റ്റിലേഷനാണ്. ഇപ്പം നമ്മൾ ഡിസ്റ്റിലേഷൻ ഇത് വിധേയമാക്കുമ്പോൾ അല്ലെ സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ അസറ്റോൺ ഫസ്റ്റിലെ തന്നെ കണ്ടൻസറിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടൻസ് ചെയ്യുകയും നമുക്കത് കളക്ട് ചെയ്യുകയും ചെയ്യാം. അടുത്തത് വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ്. കുറച്ചുകൂടെ ടൈം കഴിയുമ്പോഴായിരിക്കും വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് വേർതിരിച്ച് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ആംശിക സ്വേദനം. ഇഫ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് the components of a mixture is having only slight difference in their boiling points, this method is used. ഇവിടെ എഥനോൾ 78 ഡിഗ്രി സെൽഷ്യസും മെഥനോൾ 65 ഡിഗ്രി സെൽഷ്യസുമാണ്. ഇവയ്ക്ക് തിളനിലകളിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ വളരെ ചെറിയ തിളനിലകളിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആംശിക സ്വേദനമാണ്, അല്ലാതെ ഡിസ്റ്റിലേഷൻ അല്ല. നമ്മൾ ഇത് ഒരു ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ ഇതിന്റെ വേപ്പേഴ്സ് ബാഷ്പം കടത്തിവിടുമ്പോൾ റിപ്പീറ്റഡ് ലിക്വിഫാക്ഷനും ഇവാപറേഷനും നടക്കും, സാന്ദ്രീകരണവും ബാഷ്പീകരണവും നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഇതിലെ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെഥനോള് ഫസ്റ്റിൽ തന്നെ വേപ്പേഴ്സായി മാറും. അത് വന്ന് കണ്ടൻസ് ചെയ്യും. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. തൊട്ടടുത്ത് എഥനോള് റിപ്പീറ്റഡ്ലി ഇത് ലിക്വിഫാക്ഷനും ഇവാപറേഷനും നടന്നിട്ട് അതും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇതേ മെത്തേഡാണ് ക്രൂഡ് ഓയിലിന്റെ സെപ്പറേഷനിലും ഉള്ളത്. നിങ്ങൾക്കറിയാം ക്രൂഡ് ഓയിലിന്റെ കമ്പോണൻസ് എന്തൊക്കെയാ? പെട്രോള്, ഡീസല്, നാഫ്ത, കെറസിൻ. അങ്ങനെ അതും ഇതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്സിന് സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതിന്റെ തിളനിലകൾക്ക് നേരിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ളത് നമുക്ക് വേർതിരിക്കാനുള്ള മെത്തേഡാണ് ആംശിക സ്വേദനം ഓർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അടുത്തത് സെപ്പറേഷൻ ഓഫ് എ മിക്സ്ചർ. ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് തമ്മിൽ കലർന്നു, അതിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? സാധാരണ നിങ്ങൾക്കറിയാം കെറസിൻ മണ്ണെണ്ണയും വെള്ളവും കൂടെ കലർന്നാൽ നിങ്ങളൊരു കുപ്പിയിൽ മണ്ണെണ്ണയും അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുലുക്കി നോക്കിക്കേ. അതിൽ മണ്ണെണ്ണ മുകളിലും ജലം താഴെയായിട്ടും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാം. പക്ഷെ ഇതെങ്ങനെ വേർതിരിക്കും? നമുക്ക് സാധാരണ വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റും. ഒരു ചെറിയ കുപ്പിയിൽ ഒരുപാട് മണ്ണെണ്ണ കളയണ്ട, കുറച്ച് മണ്ണെണ്ണ എടുത്ത് അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് കുലുക്കി നോക്കുക. ഇതേപോലെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ മണ്ണെണ്ണ ഉയർന്ന്, ഇപ്പം നമ്മൾ താഴെ ഒരു പാത്രം വയ്ക്കുകയാണെങ്കിൽ ആ പാത്രത്തിലേക്ക് മണ്ണെണ്ണ മാത്രമായിട്ട് കുറേശ്ശെ ഒരു ഇതിൽ ഒഴിക്കരുത്, വളരെ സ്ലോലി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കവിഞ്ഞ് മണ്ണെണ്ണ മുഴുവനും ആ പാത്രത്തിലേക്ക് വരും. ആ വെള്ളം മാത്രം അവശേഷിക്കും, നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലാതെ നമുക്ക് ലാബിൽ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് ഉണ്ട്. ഈ സെപ്പറേറ്റിംഗ് ഫണലിൽ ഇതേപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ മണ്ണെണ്ണ നിൽക്കുകയും താഴെ ജലം നിൽക്കുകയും ചെയ്യും. അത് നമുക്ക് അതിന്റെ താഴെ ഒരു സ്റ്റോപ്പർ ഉണ്ട്. ആ സ്റ്റോപ്പർ ഉപയോഗിച്ച് മെല്ലെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് താഴേക്ക് 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 ജലം വന്ന് വീഴും. അവസാനം നമുക്ക് ആ ജലം കംപ്ലീറ്റ് വീണ് കഴിയുമ്പോൾ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പർ അടച്ചു വയ്ക്കാം. അപ്പം മുകളിൽ നിൽക്കുന്ന എന്തായിരിക്കും? ആ സെപ്പറേറ്റിംഗ് ഫണലിൽ ഉള്ളത് എന്തായിരിക്കും? മണ്ണെണ്ണയായിരിക്കും. അങ്ങനെ നമുക്കിത് വേർതിരിക്കാം. അത് തമ്മിൽ കലരുന്ന മിശ്രിതങ്ങൾ അല്ല എന്ന് ഓർക്കണം. നമ്മൾ എഥനോളും മെഥനോളും പറഞ്ഞതും വാട്ടറും അസറ്റോണും പറഞ്ഞതും ഒക്കെ മിസിബിൾ ആണ്, തമ്മിൽ കലരുന്നതാണ്. പക്ഷെ ഇത് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. നെക്സ്റ്റ് ഈസ് സബ്ലിമേഷൻ. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് സബ്ലിമേഷൻ എന്ന് പഠിച്ചു. ഇപ്പം ഈ മെത്തേഡ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം, ഇങ്ങനെ സബ്ലൈം ചെയ്യുന്ന വസ്തുക്കൾ കലർന്നു പോയെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. എന്താണ് സബ്ലിമേഷൻ? ദ പ്രോസസ് ഇൻ വിച്ച് എ സോളിഡ് ചേഞ്ചസ് ഡയറക്ട്ലി ഇൻടു എ ഗ്യാസ് വിതൗട്ട് മെൽറ്റിംഗ് ഇൻടു എ ലിക്വിഡ് ഈസ് കോൾഡ് സബ്ലിമേഷൻ. അതായത് ഒരു ഖരം ദ്രാവകാവസ്ഥ പ്രാപിക്കാതെ നേരിട്ട് വാതകമാകുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. നിങ്ങളത് എക്സാമ്പിൾസ് പഠിച്ചു. പാറ്റ ഗുളിക, നാഫ്തലിൻ, കാംഫർ കർപ്പൂരം,
അയഡിൻ, അമോണിയം ക്ലോറൈഡ് ഇവയൊക്കെ സബ്ലൈം ചെയ്യുന്ന വസ്തുക്കളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അമോണിയം ക്ലോറൈഡും മണലും കൂടെ കലർന്നു നമുക്ക് വേർതിരിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു പാത്രത്തിൽ ഈ മിശ്രിതം എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്കത് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണം. ഇത് നമുക്ക് മുകളിൽ അമോണിയം ക്ലോറൈഡ് പെട്ടെന്ന് തന്നെ ഇവാപറേറ്റ് ചെയ്ത് മണൽ മാത്രം അവശേഷിക്കും. നെക്സ്റ്റ് ഈസ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ മാസിൽ വ്യത്യാസമുള്ള പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിനുപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് സെൻട്രിഫ്യൂജ് എന്നാണ്. അപ്പം വാട്ട് ഈസ് സെൻട്രിഫ്യൂഗേഷൻ? സെൻട്രിഫ്യൂഗേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് സെപ്പറേറ്റിംഗ് കമ്പോണൻസ് ഫ്രം എ മിക്സ്ചർ based on the difference in the mass of the particles. ഇവിടെ നമുക്ക് ലാബിലൊക്കെ നിങ്ങൾ ഹയർ ക്ലാസ്സിൽ അതായത് കോളേജ് ലെവലിലൊക്കെ ഈ ഫിൽട്രേറ്റ് അതായത് എക്സ്പെരിമെന്റ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഇൻസോലിബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ സെൻട്രിഫ്യൂജിൽ വെച്ചിട്ട് നമ്മൾ കറക്കുമ്പോൾ അതിനകത്തുള്ള ഇൻസോലിബിൾ ആയിട്ടുള്ള വസ്തുക്കൾ അതിൻ്റെ അടിയിലടിയുകയും മുകളിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷൻ നിൽക്കുകയും ചെയ്യും. ഇനി ഇതിന് നമ്മുടെ ഡെയിലി ലൈഫ് സിറ്റുവേഷനിൽ എവിടെല്ലാം ഉപയോഗപ്പെടുത്തുന്നു? ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ്, ടു സെപ്പറേറ്റ് ബട്ടർ ഫ്രം കേർഡ്. പിന്നെ ഞാൻ പറഞ്ഞു ലബോറട്ടറിയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടു സെപ്പറേറ്റ് precipitate in chemical experiments. Next is chromatography. എന്താണ് chromatography? This is a method to separate more than one solute dissolved in a single solvent. അതായത് ഒരേ സോൾവെന്റിൽ ഒരേ ലായകത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഒന്നിലധികം സൊല്യൂട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഈ മെത്തേഡിൽ സെപ്പറേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ ക്രോമറ്റോഗ്രഫി എന്ന് പേര് വന്നത്? ഫസ്റ്റില് നിറമുള്ള വസ്തുക്കളെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്രോമറ്റോഗ്രഫി എന്ന പേര് വന്നു. This chromatography was first employed for separating colored compounds or colored components from a mixture. So it got the name chromatography. ഇത് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നെന്ന് നോക്കാം. To separate components from dyes and to separate poisonous substances from blood. Dyes നിങ്ങൾക്കറിയാം പല നിറങ്ങൾ ചേർന്നതാണ്. അപ്പോൾ ഇതിന്റെ കമ്പോണൻസിനെ വേർതിരിക്കണമെങ്കിൽ ആ നിറങ്ങളെ വേർതിരിക്കണമെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പം ബ്ലഡിൽ പോയിസൺ കലർന്നു, ഇപ്പം ചിലർ ഇപ്പം ആത്മഹത്യക്ക് ശ്രമിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ബ്ലഡിൽ കലർന്നിട്ടുള്ള വിഷപദാർത്ഥത്തെ മാറ്റാൻ വേണ്ടി ഈ ക്രോമറ്റോഗ്രഫി യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് അതിന്റെ ബേസ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ പ്രോപ്പർട്ടിയാണ്. ADSORPTION. അബ്സോർപ്ഷൻ അല്ല, അതിശോഷണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. ഒരു സ്കെച്ച് പെൻ, ബ്ലാക്ക് സ്കെച്ച് പെൻ എടുത്ത് ഒരു ഫിൽറ്റർ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്ത് റിബൺ പോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ഡ്രോപ്പ് അല്പം ഇങ്ക് പുരട്ടുക. അത് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്താൽ ഡിഫറെൻറ്റ് കളേഴ്സ്, ആദ്യം ഒരു കളർ ഇങ്ങനെ ഉയർന്നു വരും, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഇങ്ക് എന്താണ്, അതിൽ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. അതിൻ്റെ അഡ്സോർപ്ഷൻ്റെ ക്രമം അനുസരിച്ച് അത് ഉയർന്നു വരും. കൂടുതൽ വേഗത്തിൽ ചിലത് വരും, അത് സാവകാശം ചില കളേഴ്സ് ഉയർന്നു വരും. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ എല്ലാ ക്ലാസ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ ന്യൂ അപ്ഡേറ്റ്സിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.